നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. റീൽസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സിനിമകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള റീലെടുക്കാൻ ആളുകൾ മത്സരിക്കുകയാണ്. ഒരു എന്റർടൈൻമെന്റിന് ചെയ്യുന്ന ഇക്കാര്യങ്ങൾ ഇപ്പോൾ കൊലപാതകങ്ങളിൽ എത്തി നിൽക്കുന്നു. പെരുമ്പിലാവിൽ യുവാവിനെ കൊന്നത് റീൽസിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു. ഒരാൾക്ക് താല്പര്യമില്ലാത്തവർക്കൊപ്പം മറ്റുള്ളവർ ചേർന്ന് റീൽസ് എടുത്തതാണത്രേ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കടവല്ലൂർ സ്വദേശിയായ കൊട്ടിലിങ്ങൽ വളപ്പിൽ 28 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8:30 സംഭവം. അക്ഷയും ഭാര്യ നന്ദനയും സുഹൃത്തും കഞ്ചാവ് വിൽപ്പന സംഘാംഗവുമായ ലിഷോയുടെ പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്ന് 4 സെന്റ് നഗറിലെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. ഇതിനിടെ അക്ഷയും ലിഷോയും തമ്മിൽ തർക്കം നടന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഇരുവരുടെയും സുഹൃത്തായ ഗുരുവായൂർ സ്വദേശി ബാദുഷയും സ്ഥലത്തെത്തി. തർക്കത്തെ തുടർന്ന് സംഘർഷത്തിലേക്ക് നയിക്കുകയും ലിഷോയി അക്ഷയെയും ബാദുഷയെയും വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. വെട്ടേറ്റ അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ ബാദുഷയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. സംഭവത്തിന് ശേഷം മുങ്ങിയ മുഖ്യപ്രതി ലിഷോയെ ശനിയാഴ്ച രാവിലെയാണ് മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും പോലീസ് സാഹസികമായി പിടികൂടിയത്. രാത്രി മുഴുവൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. ലിഷോയ് 2 മാസം മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. സംഘർഷത്തെ തുടർന്ന് യുവാക്കൾക്ക് വെട്ടേറ്റ വെള്ളിയാഴ്ച രാത്രി ലഹരി മാഫിയ സംഘങ്ങൾ പെരുമ്പിലാവിൽ ബാദുഷയെ പ്രവേശിപ്പിച്ച സ്വകാര്യ ആശുപത്രിയിലും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചു. പോലീസ് എത്തിയാണ് ഇവരെ മാറ്റിയത്. ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ അടക്കമുള്ള ഉന്നത പോലീസ് സംഘം സംഭവസ്ഥലത്തും ആശുപത്രിയിലുമെത്തി അന്വേഷണം നടത്തി. കൊലപാതകവുമായി ബന്ധപ്പെട്ട മുല്ലപ്പള്ളിക്കുന്ന് 4 സെന്റ് നഗറിൽ താമസിക്കുന്ന മണ്ടുമ്പാൽ ലിഷോയ്, ചങ്ങരംകുളം സ്വദേശി കറുപ്പം വീട്ടിൽ ബാദുഷ, നിഖിൽ, ആകാശ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. മേഖലയിൽ പോലീസിന്റെ ശക്തമായ കാവലും ഉണ്ടായിരുന്നു. കൊലപാതകങ്ങൾക്ക് ഒരു കുറവുമില്ല. നിസ്സാര കാര്യങ്ങളാണ് കൊലപാതകത്തിൽ കലാശിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നവരാണ് അധികവും ദയാദാക്ഷിണ്യമില്ലാതെ കൊലപാതകങ്ങൾ നടത്തുന്നത്. ലഹരി ഉപയോഗം ഇക്കൂട്ടരുടെ ചിന്താശേഷി വരെ മാറ്റിമറിക്കുന്നുവെന്ന് ചുരുക്കം. ഒടുവിൽ ജീവനും ജീവിതവും ഇല്ലാതാകുന്ന അവസ്ഥ. വാക്കുതർക്കങ്ങൾ സ്വാഭാവികം. പക്ഷേ അതിലുപരി മിണ്ടുമ്പോഴേക്കും കത്തിയെടുക്കാനുള്ള യുവാക്കളുടെ പ്രവണത വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലഹരി എന്ന വിഷമാണ് യുവാക്കളെ നയിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഭക്തിനിർഭരമായ ചടങ്ങിൽ ഗുരുവായൂർ ഉത്സവത്തിന് കൊടിയിറങ്ങി. കണ്ണിനും കാതിനും ദൃശ്യശ്രവ്യ വിരുന്ന് സമ്മാനിച്ച പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലായിരുന്നു ഗുരുവായൂരിലെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾ നടന്നത്. കണ്ണനെ തൊഴാനും പ്രസാദൂട്ട് കഴിക്കാനുമായി നിരവധി പേരാണ് ഗുരുഭവനപുരിയിൽ എത്തിയത്. 10 ദിവസങ്ങളിലായി കലയുടെ മാമാങ്ക വിരുന്നും ഗുരുവായൂരിനെ പ്രൗഢമാക്കി. പതിവിൽ കൂടുതൽ ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തിയ ദിനങ്ങളായിരുന്നു ഗുരുവായൂരിലെ ഉത്സവ ദിവസങ്ങൾ. ആളും ആരവവും നിറഞ്ഞ രാപ്പകലുകൾ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തർ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ ഓടിയെത്തി. വർണ്ണനാദ വിസ്മയങ്ങളാൽ ഗുരുഭവനപുരി ഭക്തിയിലാറാടി. പ്രസാദ ഊട്ടിലും നിരവധി പേരാണ് പങ്കാളികളായത്. രാവും പകലും ഒരുപോലെ പാചകശാല സജീവമായിരുന്നു. വിഭവങ്ങളുടെ കറിക്കൂട്ട് തയ്യാറാക്കാനുള്ള കലവറകളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഭക്തർ മത്സരിച്ച് പച്ചക്കറികൾ അരിയാനും സഹായികളായും ഉണ്ടായിരുന്നു. തീയണയാതെ കത്തുന്ന അടുപ്പുകളും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലെ വിഭവ പകർച്ചയും ഗുരുവായൂർ ഉത്സവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. രാവിലെ കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ ഭക്തരുടെ തിരക്കായിരുന്നു. പ്രദേശവാസികൾക്കുള്ള പകർച്ചയും കെങ്കേമമായി. ഈ ദിനങ്ങളിലെല്ലാം പ്രമുഖരുൾപ്പെടെയുള്ള പ്രതിഭകളുടെ കലാപരിപാടികളും മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളിയും വേദികളെ സജീവമാക്കി. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളായ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും വലിയ ഭക്തജന തിരക്കാണ് ദൃശ്യമായത്. ഭക്തജന സഹസ്രങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരവേ ശ്രീഗുരുവായൂരപ്പൻ രുദ്രതീർത്ഥക്കുളത്തിൽ ആറാടി. ആറാട്ടിന് സാക്ഷിയാകാൻ ക്ഷേത്രക്കുളത്തിനു ചുറ്റും ജനം തിങ്ങി നിറഞ്ഞു. ആറാട്ടുകഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് ഓട്ടപ്രദക്ഷിണത്തിനു ശേഷം ഗുരുവായൂരപ്പന്റെ 10 നാളത്തെ ഉത്സവം കൊടിയിറങ്ങി. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തും ഭക്തരുടെ നിയന്ത്രണാതീതമായ തിരക്കായിരുന്നു. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ഗുരുവായൂരപ്പൻ വൈകിയാണ് ഉണരുന്നത് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ആറാട്ടുനാളിൽ രാവിലെ 8-ന് ശേഷമാണ് ഭക്തർക്ക് ദർശനമുണ്ടായത്. വിഭവസമൃദ്ധമായ ആറാട്ട് സദ്യ കഴിക്കാനും നല്ല തിരക്കുണ്ടായി. ചോറ്, സാമ്പാർ, അവിയൽ, കിച്ചടി, പപ്പടം, അച്ചാർ, പുളിയിഞ്ചി എന്നിങ്ങനെയായിരുന്നു വിഭവങ്ങൾ. ഇനി കാത്തിരിപ്പാണ്. അടുത്ത വർഷവും ഉത്സവം പൊടി പൊടിക്കാനുള്ള കാത്തിരിപ്പ്.
എന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്കാണ്. ഉത്സവ നാളുകളിൽ തിരക്ക് 4 ഇരട്ടിയാകും. ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ദേവസ്വവും ഒരുക്കിയിരുന്നു. നിരവധി പേർ പങ്കാളികളായ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവം അങ്ങനെ പരാതികൾക്കോ പരിഭവങ്ങൾക്കോ ഇട നൽകാതെ ശുഭമായി. മോഷ്ടാക്കൾക്ക് ഒരു പഞ്ഞവുമില്ല. ഭഗവതിയെ വരെ വെറുതെ വിടില്ലെന്ന് ചുരുക്കം. മോഷ്ടിക്കുന്നതിന്റെ 4/1 ധൈര്യം മതി പണിയെടുത്ത് ജീവിക്കാൻ. പക്ഷേ മറ്റുള്ളവരുടെ മുതൽ കട്ടുതിന്ന് തടി വീർപ്പിച്ച് നടന്ന ശീലമായ ചിലരുണ്ട്. ശീലിച്ചതേ ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ മോഷണം ആർഭാടമാക്കി വിലസുന്ന കൂട്ടർ. കേച്ചേരിയിലെ ക്ഷേത്രത്തിലാണ് മോഷണം. കേച്ചേരി പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തേനി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണവും ഭഗവതിക്ക് ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും കവർന്നു. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേച്ചേരി ആളൂർ റോഡിലുള്ള പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തേനി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന് പുറത്തും അകത്തുമായി സ്ഥാപിച്ചിട്ടുള്ള 2 ഭണ്ഡാരങ്ങളുടെയും പൂട്ട് തകർത്ത് പണം കവർന്നു. കൂടാതെ ക്ഷേത്രം ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്തുള്ള അലമാരയിൽ സൂക്ഷിച്ച പണവും മോഷണം പോയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഭഗവതിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓഫീസിന്റെ വാതിലും അലമാരയും ഭണ്ഡാരങ്ങളുടെ പൂട്ടും കമ്പിപ്പാര പോലെയുള്ള ആയുധം ഉപയോഗിച്ച് തിക്കിയാണ് തുറന്നിട്ടുള്ളത്. ചൊവ്വാഴ്ച പുലർച്ചെ പൂജാതി കർമ്മങ്ങൾക്കായി ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി പുത്തില്ലത്ത് വാസുദേവൻ എമ്പ്രാന്തിരിയും ക്ലർക്ക് രാജനും വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി മണികണ്ഠൻ സ്ഥലത്തെത്തി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസും ഫിംഗർ പ്രിന്റ് വിദഗ്ധർ KP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡിലെ സെന എന്ന പട്ടിയും ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഷീറ്റ് ഇളക്കി മാറ്റിയാണ് മോഷണ സംഘം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതെന്നാണ് കരുതുന്നത്. മോഷണത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള വാതിൽ തുറന്നാണ് സംഘം മടങ്ങിയിട്ടുള്ളത്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേൽശാന്തി വന്നപ്പോഴാണ് തുറക്കാൻ നോക്കിയപ്പോഴാണ് വാതിലിൻ്റെ മുകളിൽ ഇങ്ങനെ പൂട്ടിട്ടപ്പോൾ പ്രശ്നങ്ങൾ തോന്നി. നേരെ പടിഞ്ഞാറ് നടക്കിൽ പോയപ്പോഴാണ് അത് തുറന്നിറക്കണ കണ്ടു. പിന്നെ ക്ഷേത്രം ക്ലർക്കും പിന്നെ ഞാനും നോക്കിയപ്പോഴാണ് വാതിലൊക്കെ തുറന്നിട്ട് കിടക്കുന്നത്, ഭണ്ഡാരങ്ങൾ പൊളിച്ചിട്ട നിലയിലും കണ്ടത്. ശേഷം സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്? 2 ഭണ്ഡാരം കുത്തി പൊളിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 8,000 റുപ്യോളം പോയിണ്ടാവും. പിന്നെ ദേവിയുടെ ഒരു മുഖപ്പുണ്ട് വെള്ളി കൊണ്ട് തീർത്തിട്ടുള്ളത്. അത് ഏകദേശം 40,000 റുപ്യോളം വിലയുണ്ട് അതിന്. പിന്നെ ഇന്നലത്തെ ഒരു ക്യാഷ് 4,800 റുപ്യ ക്യാഷുണ്ട്. പിന്നെ ഒരു 5,000 റുപ്യ കോയിനായിട്ട് പറയ്ക്കേണ്ട ആവശ്യം വെച്ചിട്ടുള്ളതാണ് അത് മറ്റേ കോയിൻ, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നാലും ഇങ്ങനെയുള്ള മോഷണങ്ങൾ പലപ്പോഴും പിടിക്കപ്പെടാറില്ല. അതുതന്നെയാണ് മോഷ്ടാക്കൾക്ക് മോഷ്ടിക്കാനുള്ള പ്രചോദനമാകുന്നതും. ഉദ്യോഗസ്ഥർ വലിയ മോഷണങ്ങളിൽ മാത്രം ജാഗ്രത പുലർത്തിയാൽ പോരാ, ചെറിയ കവർച്ചകളും പിടിക്കപ്പെടണം. മുളയിലെ നുള്ളുന്നതാണല്ലോ നല്ലത്. കള്ളന്മാർ ഉദ്യോഗസ്ഥരുടെ പിടിപ്പ് കേടുകൊണ്ട് വളർന്നു വരരുത് എന്ന് ചുരുക്കം. ഒരു നാടിന്റെ ജലക്ഷാമത്തിന് പരിഹാരമാണ് ഒരു കുളം. അതുകൊണ്ട് തന്നെ കുളം നശിച്ചു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതുന്നത് ശരിയല്ല. വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരുപാട് പേരുണ്ട്. നാട്ടിൽ ജലക്ഷാമത്തിന് പരിഹാരം ഉണ്ടായിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ജനങ്ങൾ മിണ്ടാതിരിക്കും? സ്വാഭാവികമായും പ്രതികരിക്കും. എരുമപ്പെട്ടി കുന്നത്തേരി പുതൂർക്കുളമാണ് നാശത്തിന്റെ വക്കിൽ. കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് കുതിരക്കുളം എന്ന നാട്ടുകാർ വിളിക്കുന്ന പുതൂർക്കുളം സ്ഥിതി ചെയ്യുന്നത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കുന്നത്തേരി ഉമിക്കുന്ന് പ്രദേശത്തെ ജനങ്ങൾ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ്. എന്നാൽ ഇപ്പോൾ വശങ്ങൾ ഇടിഞ്ഞും മണ്ണ് ചെളിയും നിറഞ്ഞും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് സംരക്ഷണ ഭിത്തി കെട്ടി ഇറങ്ങുവാൻ റാമ്പും കൽപ്പടവുകളും നിർമ്മിച്ചത്. 15 വർഷം മുമ്പാണ് ഇവ തകർന്ന് വീണും പൊട്ടിപ്പൊളിഞ്ഞും നശിച്ചത്. പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ കുളം നവീകരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലിക്കാൻ ഈ കുളത്തിനെയാണ് ആശ്രയിച്ചിരുന്നത്. നീന്തൽ മത്സരങ്ങളും ഈ കുളത്തിൽ നടത്തിയിരുന്നു. കുന്നത്തേരി പാടശേഖരത്തിലെ നെൽകൃഷിക്കും പുതൂർക്കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയിരുന്നു. പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണികളിലൊന്നായ പുതൂർക്കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 20 കൊല്ലത്തോളായി ഈ പുതിരകുളം ഇങ്ങനെ കിടക്കുന്നു.
പഞ്ചായത്ത് മെമ്പർമാരോട് പറഞ്ഞു, വേണ്ടപ്പെട്ട അധികാരികളോട് പറഞ്ഞു. ഒരാൾ ഇതുവരെയ്ക്കും ഇന്ന് തിരിഞ്ഞു നോക്കാനും പോലും വന്നിട്ടില്ല. എല്ലാ കുളങ്ങളും നേരാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കുതിരക്കുളം എന്തെങ്ങനെ കിടക്കുന്നുണ്ട്? ഇവിടേക്ക് ഒരാളും പോലും വന്നിട്ടില്ല, നേരാക്കിയിട്ടില്ല. ഇവിടെ നിൽക്കണ ഇവര് ഒക്കെ തിരുമ്പാനും കുളിക്കാനും വരുന്ന ഈ കുളം, ആ കിടക്കണതിന്റെ അവസ്ഥ ഒന്ന് നോക്കി നോക്ക്. വോട്ടിന് വരുമ്പോൾ പറയും വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഈ കുളം ശരിയാക്കിയായിരുന്നെന്ന്. ഒരാളും ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. വോട്ട് കിട്ടണം, അത്ര മാത്രമേ വേണ്ട ഇപ്പോഴത്തെ ആൾക്കാർക്ക്. അല്ലാതെ സ്ഥലങ്ങൾ നേരിയേക്കുക, കുളം നേരിയേക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഞങ്ങളെ കുന്നത്തേരി എന്നുള്ള ദേശത്തുള്ള ആൾക്കാർ മാത്രമല്ല, ഒരുപാട് ഭാഗത്ത് നിന്ന് വന്ന് നീന്താൻ പഠിക്കുക, സ്കൂളുകാരെ ഏറ്റെടുത്തിട്ട് അവർ നീന്താൻ പഠിപ്പിക്കുക, അതിന് മത്സരങ്ങൾ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്തു തരുന്നൊരു കുളമാണ് കുതിരക്കുളം എന്നൊക്കെ പറയും. ആ കുളം ഇടയ്ക്ക് ഓരോ ഗവൺമെന്റ് വരും, അവർ ഓരോ ഫണ്ട് പാസ്സാക്കും, ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല. കുറച്ച് കാലം മുന്നേ ഇതുപോലെ ഒരു മണ്ണൊക്കെ എടുത്ത് കുറെ കല്ലൊക്കെ കയറ്റി മുകളിലേക്ക് ഇട്ടു. ആ കല്ലൊക്കെ അവിടെ കയറുന്നു, അത് അതുപോലെ ഇട്ടു. ഇവരൊക്കെ വരികപ്പോഴാണ് ഈ മഴ പെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിറയും. അവർക്ക് പഠിക്കാനും കുളിക്കാനും നീന്താനും തലകുത്തി മറിയാനും എല്ലാം സൗകര്യം ചെയ്തു. നാട്ടുകാരുടെ ആവശ്യം തള്ളിക്കളയരുത്. വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ, അതാണ് അവസ്ഥ. നിലവിലുള്ള ജലസ്രോതസ്സുകളെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധം വിദൂരമല്ല. അത് മുൻകൂട്ടി കണ്ടുവേണം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ. ഒരു നാടിന് മുഴുവൻ ഉപകാരപ്രദമായ കുളത്തിന്റെ കാര്യത്തിൽ അധികാരികളുടെ ഇടപെടൽ എത്രയും വേഗം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. അതാരാണ് സംരക്ഷിക്കുക? മുൻകൈയെടുക്കേണ്ടത് ആരാണ്? അതിന് ഉത്തരവാദിത്തമുള്ളവർ അനങ്ങാപ്പാറ നയമെടുത്താൽ ചരിത്രത്തിന്റെ കയ്യൊപ്പ് പതിച്ചവ ചിതലരിച്ച് ഇല്ലാതാകും. അങ്ങനെ ഒരു ഭവനം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വേലൂരിലെ നാശത്തിന്റെ വക്കിലുള്ള ചരിത്ര സ്മാരകത്തിന്റെ കാഴ്ചകളിലേക്ക്. ലോകമെങ്ങും ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ വേലൂരിൽ പുരാവസ്തു വകുപ്പിന്റെ അനാസ്ഥ മൂലം ഒരു ചരിത്ര സ്മാരകം വിസ്മൃതി തേടലിന്റെ വക്കിലാണ്. സംസ്കൃതം, മലയാളം തുടങ്ങിയ ഭാഷകൾക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ അർണോസ് പാതിരിയുടെ 2.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഭവനമാണ് തകർച്ച നേരിടുന്നത്. 1712 വേലൂരിലെത്തിയ അർണോസ് പാതിരി വേലൂരിലെ വിശ്വാസികൾക്കായി പഴയങ്ങാടിയിൽ പ്രാർത്ഥനാലയം സ്ഥാപിക്കുകയും പിന്നീടാണ് വൈദിക മന്ദിരവും ഇന്ന് കാണുന്ന പഴയ പള്ളിയും നിർമ്മിച്ചത്. പള്ളി നിർമ്മിക്കുന്നതോടൊപ്പം ഹിന്ദു ശാസ്ത്രപ്രകാരം കിഴക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ പ്രവേശന ഗോപുരം നിർമ്മിക്കുകയും മഹാക്ഷേത്ര മാതൃകയിൽ പള്ളിക്ക് ചുറ്റും ആനപ്പള്ളമതിൽ പണിയുകയും ചെയ്തു. ക്ഷേത്രത്തിനടുത്ത് കുളം ആവശ്യമാണെന്ന സങ്കല്പത്തിലും കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും വരുന്ന വിശ്വാസികൾ കാൽ കഴുകി ശുദ്ധി വരുത്തി പള്ളിയിലേക്ക് കയറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പടിഞ്ഞാറു ഭാഗത്ത് കുളം നിർമ്മിച്ചത്. ഇതിൽ സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് വേലൂരിലെ അർണോസ് പാതിരി നിർമ്മിച്ച ദേവാലയവും പാതിരി താമസിച്ചിരുന്ന ഭവനവും. അർണോസ് പാതിരി 2 പതിറ്റാണ്ടോളം താമസിച്ചിരുന്ന വേലൂരിലെ ഭവനമാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ നശിക്കുന്നത്. പുത്തൻപാന അടക്കമുള്ള ക്രിസ്തീയ കൃതികളും സംസ്കൃത വ്യാകരണ പുസ്തകങ്ങളും ഇവിടെയിരുന്നാണ് അദ്ദേഹം രചന നിർവഹിച്ചത്. 2 വർഷത്തിലേറെയായി അർണോസ് പാതിരിയുടെ വേലൂരിലുള്ള അർണോസ് ഭവനം ചിതൽ തിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. വേലൂർക്കാരുടെ ആവശ്യപ്രകാരമാണ് പുരാവസ്തു വകുപ്പ് പാതിരി നിർമ്മിച്ച ദേവാലയവും ഭവനവും ഏറ്റെടുത്തത്. അച്യുതമേനോൻ, AK ആന്റണി തുടങ്ങിയ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും അന്തരിച്ച സൈമൺ ബ്രിട്ടോ അടക്കമുള്ള അനേകം സാഹിത്യ നായകന്മാരും ഒട്ടനവധി വിദേശ സഞ്ചാരികളും സന്ദർശിച്ചിട്ടുള്ള ഈ സ്മാരകം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. 1995 സംസ്ഥാന ഗവൺമെന്റ് അർണോസ് വസതിയും പാതിരി സ്ഥാപിച്ച വേലൂർ ദേവാലയവും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത്. ഒരു സംസ്കാരത്തിന് തുടക്കമിട്ട ചരിത്ര സ്മാരകത്തിന്റെ ദയനീയ അവസ്ഥയാണ് കണ്ടത്. ആധുനിക കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വൈദേശിക സന്യാസിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണ്. മലയാളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മേഖലകളിലും അനശ്വര സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തി. വരും തലമുറകളിലേക്ക് കൂടി ചരിത്രം അവശേഷിപ്പിച്ചവ പങ്കുവെക്കണമെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനിയും ചിതലരിച്ച ചരിത്രശേഷിപ്പുകളെ നശിപ്പിക്കാൻ ഇടവരുത്തരുത്. മഞ്ഞ നിറത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വല്ലാത്ത പോസിറ്റിവിറ്റിയും സന്തോഷവും നൽകുന്ന നിറമാണ് മഞ്ഞ. സ്വർണ്ണവർണ്ണമാർന്ന നിറം. മഞ്ഞ നിറത്തെക്കുറിച്ച് പറഞ്ഞു വന്നത് വിഷുവിന്റെ വരവറിയിച്ച് പൂത്ത കണിക്കൊന്ന പൂവിനെ പരാമർശിച്ചാണ്. വിഷുക്കാലത്തിന് മുമ്പ് തന്നെ എങ്ങും കണിക്കൊന്ന പൂക്കുകൾ പൂത്തുലഞ്ഞു നിൽപ്പാണ്. കാണാം ആ മനോഹര കാഴ്ചകൾ. കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാവതില്ലേ എന്നാണല്ലോ കവിവാക്യം.
ഓരോ മലയാളിയുടെ മനസ്സിലും വിഷുവും കണിക്കൊന്നയും ഉണർത്തുന്ന അനുഭൂതി വിവരിക്കാനാവാത്തതാണ്. മലയാളക്കരയാകെ കണിക്കൊന്നകൾ പൂത്ത് വർണ്ണാഭമായാണ് വിഷുവിനെ വരവേൽക്കുന്നത്. ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ വരികൾ പ്രവാസി മലയാളികൾക്കാകാം ഏറ്റവും ഗൃഹാതുരത്വം ഉണർത്തുന്നതായിരിക്കുന്നത്. മഞ്ഞനിറം പ്രണയത്തിന്റെയും സമൃദ്ധിയുടെയുമാകുമ്പോൾ കണിക്കൊന്നയെ സ്നേഹിക്കാതിരിക്കുന്നതെങ്ങനെ? ഓരോ വിഷുക്കാലത്തും കണ്ണിന്റെ കുളിരായി പാതയോരത്തും തൊടിയിലും ഇങ്ങനെ പൂത്തു നിൽക്കുകയാണ് കണിക്കൊന്ന. പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് പൂക്കലും കായ്ക്കലുമെല്ലാം നടക്കുന്നത്. വർഷത്തിലൊരിക്കൽ പൂക്കുന്നവ പ്രകൃതിയുടെ താളത്തിനൊത്ത് ചരിക്കുമ്പോഴാണ് വിഷുക്കാലത്ത് മലയാളത്തിലെങ്ങും കൊന്ന പൂക്കുന്നത്. കൊടും വേനലിന് തൊട്ടുമുൻപ് പൂവിടുകയും കാലവർഷമാകുമ്പോഴേക്കും വിത്ത് വിതരണത്തിന് പാകമാവുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ പുഷ്പചക്രം. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ കൊന്നമരം ഇലകൾ പൊഴിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൂവിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ പൂക്കളുടെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന നിറവാണ് മറ്റു പുഷ്പിണികളായ സസ്യങ്ങളെക്കാൾ കണിക്കൊന്നയെ വ്യത്യസ്തമാക്കുന്നത്. കൊന്നപൂത്ത് ഏകദേശം 45 ദിവസത്തിനകം കാലവർഷം എത്തുമെന്നാണ് പഴമൊഴി. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിസ്റ്റുലയെന്നും കർണികാരമെന്ന് സംസ്കൃതത്തിലും ഇന്ത്യൻ ലബേണം ഗോൾഡൻ ഷവർ എന്നൊക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്നുണ്ട്. ഗൃഹാതുരത്വം പേറുന്ന മലയാളികൾ കേരളത്തിനു പുറത്തും കണിക്കൊന്ന നട്ടു വളർത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കണക്കു തെറ്റിച്ച് കണിക്കൊന്ന കാലവും കണക്കും ഒന്നും പരിഗണിക്കാതെ പൂക്കുന്നതും കാണാം. പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോൺ ചൂടുകൂടുമ്പോൾ ഉൽപാദനം വർദ്ധിക്കുന്നത് പൂവിടുന്നതിനെ സ്വാധീനിക്കുന്നതാണ് വിഷുവിനു മുമ്പായി പൂക്കാൻ കാരണമാകുന്നത്. യഥാർത്ഥത്തിൽ പ്രകൃതിയാണ് ഓരോ ആഘോഷങ്ങളുടെയും വരവറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സ് ആഘോഷങ്ങളെ വരവേൽക്കാനൊരുങ്ങും. കണിക്കൊന്ന നേരത്തെ പൂക്കുന്നതിന് ശാസ്ത്രീയമായ ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് വിഷുവിന്റെ വരവറിയിച്ച പൂത്തുലഞ്ഞു നിൽക്കുന്ന സ്വർണ്ണവർണ്ണമുള്ള കണിക്കൊന്ന ഒരു കുളിർമ തന്നെയാണ്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.